ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്മാരുടെ പുസ്തകം 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ് 2024 ലോഗോസ് ക്വിസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 34-ാം അധ്യായമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധ്യായം 34 വ്യർത്ഥ സ്വപ്നങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ ദൈവഭയം, യഥാർത്ഥ ഭക്തി എന്നീ 2 ഉപശീർഷകങ്ങൾ കൂടിയുള്ള ഈ അധ്യായത്തിൽ 26 വാക്യങ്ങളാണ് ഉള്ളത്. വ്യർത്ഥ സ്വപ്നങ്ങൾ എന്ന ശീർഷകത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ചോദ്യം 1. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമായത്? ഉത്തരം: അവിവേകിയുടെ. ചോദ്യം 2. അവിവേകിയുടെ പ്രതീക്ഷകൾ എന്താണ്? ഉത്തരം: വ്യർത്ഥവും നിരർത്ഥകവും. ചോദ്യം 3. അവിവേകിയുടെ എന്താണ് വ്യർത്ഥവും നിരർത്ഥകവുമായിട്ടുള്ളത്? ഉത്തരം: പ്രതീക്ഷകൾ. ചോദ്യം 4. സ്വപ്നങ്ങൾ ആർക്കാണ് ചിറക് നൽകുന്നത്? ഉത്തരം: ഭോഷന്മാർക്ക്. ചോദ്യം 5. ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ്? ഉത്തരം: സ്വപ്നങ്ങൾ. ചോദ്യം 6. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് എന്താണ് നൽകുന്നത്? ഉത്തരം: ചിറകുകൾ. ചോദ്യം 7. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തെല്ലാം പോലെയാണ്? ഉത്തരം: നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. ചോദ്യം 8. ആരെയാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെ എന്ന് പറയുന്നത്? ഉത്തരം: സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവനെ. ചോദ്യം 9. ആരെയാണ് കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെ എന്ന് പറയുന്നത്? ഉത്തരം: സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവനെ. ചോദ്യം 10. സ്വപ്നത്തിലെ ദർശനം എന്താണ്? ഉത്തരം: യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രം. ചോദ്യം 11. യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാകുന്നത് എന്ത്? ഉത്തരം: സ്വപ്നത്തിലെ ദർശനം. ചോദ്യം 12. പൂരിപ്പിക്കുക. ഡാഷിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ? ഡാഷിൽ നിന്ന് സത്യവും. ഉത്തരം: അശുദ്ധിയിൽ നിന്ന് ശുദ്ധി, അസത്യത്തിൽ നിന്ന് സത്യം. ചോദ്യം 13. ആരുടെ ഭാവന പോലെയാണ് ശകുനം, നിമിത്തം, സ്വപ്നം തുടങ്ങിയ മിഥ്യകൾ? ഉത്തരം: ഗർഭിണിയുടെ. ചോദ്യം 14. ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് എന്തെല്ലാം? ഉത്തരം: ശകുനം, നിമിത്തം, സ്വപ്നം. ചോദ്യം 15. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം തുടങ്ങിയവ എന്താണ്? ഉത്തരം: മിഥ്യ. ചോദ്യം 16. സ്വപ്നം, നിമിത്തം, ശകുനം എന്നിവയെ അവഗണിക്കേണ്ടത് എപ്പോൾ? ഉത്തരം: അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ. ചോദ്യം 17. ആരിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നതനിൽ നിന്ന്. ചോദ്യം 18. എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത്? ഉത്തരം: സ്വപ്നം. ചോദ്യം 19. സ്വപ്നങ്ങൾ വഞ്ചിച്ചിട്ടുള്ളത് ആരെ? ഉത്തരം: അനേകരെ. ചോദ്യം 20. ആരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർ. ചോദ്യം 21. വഞ്ചനകൾ കൂടാതെ നിറവേറ്റാൻ പറ്റുന്നതെന്ത്? ഉത്തരം: നിയമം. ചോദ്യം 22. നിയമം എങ്ങനെ നിറവേറ്റാം എന്നാണ് പറയുന്നത്? ഉത്തരം: വഞ്ചനകൾ കൂടാതെ. ചോദ്യം 23. എവിടെയാണ് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത്? ഉത്തരം: സത്യസന്ധമായ ചുണ്ടുകളിൽ. ചോദ്യം 24. സത്യസന്ധമായ ചുണ്ടുകളിൽ ലഭിക്കുന്നതെന്ത്? ഉത്തരം: വിജ്ഞാനത്തിന് പൂർണ്ണത. ചോദ്യം 25. ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത്? ഉത്തരം: വിദ്യാസമ്പന്നൻ. ചോദ്യം 26. വിദ്യാസമ്പന്നൻ എന്താണ് അറിയുന്നത്? ഉത്തരം: വളരെ കാര്യങ്ങൾ. ചോദ്യം 27. വിവേകത്തോടെ സംസാരിക്കുന്നത് ആര്? ഉത്തരം: അനുഭവസമ്പന്നൻ. ചോദ്യം 28. അനുഭവസമ്പന്നൻ എപ്രകാരമാണ് സംസാരിക്കുന്നത്? ഉത്തരം: വിവേകത്തോടെ. ചോദ്യം 29. ആർക്കാണ് അറിവ് കുറയുന്നത്? ഉത്തരം: അനുഭവജ്ഞാനം ഇല്ലാത്തവന്. ചോദ്യം 30. അനുഭവജ്ഞാനമില്ലാത്തവന് എന്താണ് കുറയുന്നത്?
ഉത്തരം അറിവ്. ചോദ്യം 31. ആരാണ് കഴിവുറ്റവനാകുന്നത്? ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ. ചോദ്യം 32. യാത്ര ചെയ്തിട്ടുള്ളവൻ എന്താകും? ഉത്തരം കഴിവുറ്റവനാകും. ചോദ്യം 33. പ്രഭാഷകൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് എപ്പോൾ? ഉത്തരം യാത്രയിൽ. ചോദ്യം 34. പൂരിപ്പിക്കുക. ഡാഷ് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഉത്തരം പ്രകടിപ്പിക്കാൻ. ചോദ്യം 35. അനുഭവജ്ഞാനം പ്രഭാഷകനെ രക്ഷിച്ചത് എപ്പോൾ? ഉത്തരം മാരകമായ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ. ചോദ്യം 36. മാരകമായ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ പ്രഭാഷകനെ രക്ഷിച്ചത് എന്ത്? ഉത്തരം അനുഭവജ്ഞാനം. ചോദ്യം 37. ആരുടെ ജീവനാണ് നിലനിൽക്കുക? ഉത്തരം ദൈവഭക്തൻ്റെ. ചോദ്യം 38. ദൈവഭക്തൻ്റെ എന്താണ് നിലനിൽക്കുക? ഉത്തരം ജീവൻ. ചോദ്യം 39. ദൈവഭക്തൻ്റെ പ്രത്യാശ എവിടെയാണ്? ഉത്തരം അവൻ്റെ രക്ഷകനിലാണ്. ചോദ്യം 40. രക്ഷകനിൽ പ്രത്യാശ വയ്ക്കുന്നത് ആര്? ഉത്തരം ദൈവഭക്തൻ. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദൈവഭയം എന്ന ഉപശീർഷകത്തിൽ പെടുന്നു. ചോദ്യം 41. ആരാണ് അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത്? ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. ചോദ്യം 42. കർത്താവിനെ ഭയപ്പെടുന്നവൻ ചെയ്യുകയില്ലാത്തത് എന്തെല്ലാം? ഉത്തരം അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. ചോദ്യം 43. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായത്? ഉത്തരം ദൈവഭക്തൻ്റെ. ചോദ്യം 44. ദൈവഭക്തൻ്റെ ആത്മാവ് എന്താണ്? ഉത്തരം അനുഗ്രഹീതമാണ്. ചോദ്യം 45. കർത്താവ് കടാക്ഷിക്കുന്നത് ആരെ? ഉത്തരം തന്നെ സ്നേഹിക്കുന്നവരെ. ചോദ്യം 46. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്തു ചെയ്യുന്നു? ഉത്തരം കടാക്ഷിക്കുന്നു. ചോദ്യം 47. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെല്ലാമാണ്? ഉത്തരം കർത്താവ് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂട് കാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. ചോദ്യം 48. കർത്താവ് ശക്തമായി നൽകുന്നത് എന്ത്? ഉത്തരം സംരക്ഷണം. ചോദ്യം 49. കർത്താവിൻ്റെ സംരക്ഷണം എപ്രകാരമാണ്? ഉത്തരം ശക്തമാണ്. ചോദ്യം 50. കർത്താവിൻ്റെ താങ്ങ് എപ്രകാരമാണ്? ഉത്തരം ഉറപ്പുള്ളത്. ചോദ്യം 51. ചൂട് കാറ്റിൽ കർത്താവ് എന്താണ്? ഉത്തരം അഭയകേന്ദ്രം. ചോദ്യം 52. കർത്താവ് തണലാകുന്നത് എപ്പോൾ? ഉത്തരം പൊരിവെയിലിൽ. ചോദ്യം 53. എന്തിനാണ് കർത്താവ് സംരക്ഷണം നൽകുന്നത്? ഉത്തരം ഇടറാതിരിക്കാൻ. ചോദ്യം 54. എന്തിനാണ് കർത്താവ് ഉറപ്പ് നൽകുന്നത്? ഉത്തരം വീഴാതിരിക്കാൻ. ചോദ്യം 55. കർത്താവ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം ആത്മാവിനെ ഉത്തേജിപ്പിച്ച്. ചോദ്യം 56. കർത്താവ് പ്രദാനം ചെയ്യുന്നത് എന്തെല്ലാം? ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും. ചോദ്യം 57. ഏത് ബലിയാണ് പങ്കിലമായത്? ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി. ചോദ്യം 58. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എന്താണ്? ഉത്തരം പങ്കിലമാണ്. ചോദ്യം 59. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം നിയമനിഷേധകൻ്റെ. ചോദ്യം 60. നിയമനിഷേധകൻ്റെ എന്താണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം കാഴ്ചകൾ. ചോദ്യം 61. അത്യുന്നതൻ ആരിലാണ് പ്രസാദിക്കാത്തത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ. ചോദ്യം 62. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ പ്രസാദിക്കാത്തത് ആര്? ഉത്തരം അത്യുന്നതൻ.
ചോദ്യം 63. ദൈവഭക്തി ഇല്ലാത്തവൻ എത്ര ബലിയർപ്പിച്ചാലും അത്യുന്നതൻ നൽകുകയില്ലാത്തത് എന്തെല്ലാം? ഉത്തരം: അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. 64. പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം: ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവനെപ്പറ്റി. ചോദ്യം 65. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെപ്പോലെയാണ്? ഉത്തരം: പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ഭക്തി എന്ന ഉപശീർഷകത്തിൻ്റെ കീഴിൽ വരുന്നു. ചോദ്യം 66. എന്താണ് ദരിദ്രൻ്റെ ജീവൻ? ഉത്തരം: അവൻ്റെ ആഹാരം. ചോദ്യം 67. ദരിദ്രൻ്റെ ആഹാരം അവന് എന്താണ്? ഉത്തരം: ജീവൻ. ചോദ്യം 68. ആരാണ് കൊലപാതകി? ഉത്തരം: ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവൻ. ചോദ്യം 69. അയൽക്കാരനെ കൊല്ലുന്നത് ആര്? ഉത്തരം: അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ. ചോദ്യം 70. എന്താണ് രക്തച്ചൊരിച്ചിൽ? ഉത്തരം: വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത്. ചോദ്യം 71. കഴുകൽ കൊണ്ട് പ്രയോജനമില്ലാത്തത് എപ്പോൾ? ഉത്തരം: മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ. ചോദ്യം 72. എളിമപ്പെടൽ കൊണ്ട് ഒന്നും നേടാത്തത് ആര്? ഉത്തരം: പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവൻ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രഭാഷകന്മാരുടെ പുസ്തകം 34-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.